റെക്കോർഡ് ചെയ്യാൻ ഗ്രൂപ്പിലിടാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ robots.txt ആണ് നോക്കിയത് അല്ലേ? ഓക്കെ, ഇന്ന് നോക്കാൻ പോകുന്നത് അതേപോലെ ഇന്നലെ ഒരു ടൂൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ആ ടൂളിൻ്റെ പേര് എന്ത് ചെയ്യുന്നു? ഗൂഗിൾ ടാഗ് മാനേജർ. അപ്പോൾ ഇനി മുതൽ വെബ്സൈറ്റിൽ എന്ത് കോണ്ടന്റ് ഇടുന്നുണ്ടെങ്കിൽ, മീൻസ് വെബ്സൈറ്റിൽ എന്തെങ്കിലും കോഡ് പരിപാടിയൊക്കെ ഇനി ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്കീമ പഠിക്കുന്ന സമയത്ത് ഒരു കോഡ് കിട്ടും. ആ കോഡൊക്കെ ടാഗ് മാനേജർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. അത് നോക്കാം. ഇന്ന് 2 ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. കനോണിക്കൽ URL എന്ന് പറയുന്നൊരു ടോപ്പിക്കും OGP ടാഗ് എന്ന് പറഞ്ഞ 2 ടോപ്പിക്കാണ്. SEOൻ്റെ ടെക്നിക്കൽ കാര്യമാണ് ഇത്. അതുകൊണ്ടാണ് പേരുകളൊക്കെ ഇങ്ങനെ കിടക്കുന്നത്. സംഭവം എളുപ്പമുള്ള പരിപാടിയാണ്. ഇന്നലെ robots.txt പറഞ്ഞാൽ എന്തായിരുന്നു? അതൊരു എക്സ്ക്ലൂഷൻ പ്രോട്ടോക്കോൾ ആയിരുന്നു. ആവശ്യമില്ലാത്ത പേജിലോട്ടൊന്നും സെർച്ച് എഞ്ചിൻ കയറണ്ടെന്നാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ പഠിച്ചു വെക്കുക. കനോണിക്കൽ URL ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഭയങ്കര എളുപ്പമാണ്. കനോണിക്കൽ URL എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ പേജിലും ഇത് ചെയ്യണം. ഇപ്പോൾ പറയാൻ പോകുന്ന കോമ്പിനേഷൻ എല്ലാ പേജിലും ഇല്ലതാണ്. ഇത് നോക്കേ, ഇപ്പോൾ ഈ ഒരു ലിങ്ക് ഉണ്ട്. ഇത് അടിച്ച് ഈ ലിങ്ക് ഡയറക്റ്റ് ഞാൻ URLൻ്റെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഏത് പേജാണ് ലോഡാവുക? ഹോം പേജ് അല്ലേ? അപ്പോൾ ഈ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മുന്നിലില്ല കാര്യം കേട്ടോ. HTTPS എന്നൊക്കെ പറഞ്ഞാൽ മുന്നത്തെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് ഞാൻ പറയുന്ന ഈ കാര്യം എല്ലാ പേജിലും ബാധകമാണ്. ഇപ്പോൾ സർവീസസ് എന്ന് പറയുന്ന പേജ് ഇങ്ങനെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പേജ് വരിക? സർവീസ് പേജ് അല്ലേ വരിക? ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഹോമിൻ്റെ ഇതൊരു എക്സാമ്പിൾ എടുത്തിട്ടാണ് പറയുന്നത്. അതേപോലെ എല്ലാ പേജിലും ചെയ്യണം. അപ്പോൾ ഇത് ടൈപ്പ് ചെയ്ത ഹോമാണ് വരിക അല്ലേ? ഇത് ടൈപ്പ് ചെയ്താലോ HTTPS www.brothersplumbing.c. ഇത് അടിച്ചാൽ ഏതാ പേജ് വരിക? ഹോം പേജ് തന്നെയാണ് വരിക. ഓക്കെ, ഇത് ഡയറക്റ്റ് URL അടിച്ചാൽ ഏത് പേജ് വരിക? ഹോമാണ് വരിക. ഇതേപോലെ എല്ലാ പേജിലും ഇതേപോലെ കോമ്പിനേഷൻസ് ഉണ്ടാവും. ഇങ്ങനെ ടൈപ്പ് ചെയ്താലോ ഹോം പേജ് തന്നെ അല്ലേ വരിക അല്ലേ? www. ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ ഏത് പേജാണ് വരിക? ഹോം പേജ് തന്നെയാണ് വരിക. അപ്പോൾ സെയിം കണ്ടൻ്റാണ്, പക്ഷെ 4 URL ഉണ്ട്. നമുക്കറിയാം എന്ത്? ഈ 4 അടിച്ചാലും ഒന്നാ വരുന്നത് അല്ലേ? ഈ HTTPSന് പകരം വെറും S ഇല്ലാതെയും കോമ്പിനേഷൻസ്. അപ്പോൾ ഇതേപോലെ വേറെ കുറേ കോമ്പിനേഷൻസ് ഉണ്ടാവും. ഈ കോമ്പിനേഷൻസ് ഒക്കെ കൊടുത്താലും വരാൻ പോകുന്നത് ഏത് പേജാണ്? ഹോം പേജ് തന്നെ. ഇതേപോലെ ഈ കോമ്പിനേഷൻസിന് എല്ലാ പേജിനും ഉണ്ടാവില്ല ഇതേപോലെ കോമ്പിനേഷൻസ്. HTTPS brothersplumbing.ca/services, HTTPS www.brothersplumbing.ca/services, ഇങ്ങനെ എല്ലാ പേജിലും ഉണ്ടാവും. അപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇത് ചെയ്യുന്ന സമയത്ത് സെർച്ച് എഞ്ചിൻ്റെ ധാരണ എന്താണെന്ന് വെച്ചാൽ 4-5 ഡിഫറെൻ്റ് URL, ഡിഫറെൻ്റ് ലിങ്കുകൾ വരുന്നത് സെയിം കണ്ടൻറ്റ്. അതായത് ഈ 4 ലിങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് കണ്ടൻ്റ് ആണെന്നാണ് സെർച്ച് എഞ്ചിൻ എന്ത് ചെയ്യുക? സെർച്ച് എഞ്ചിൻ ഐഡിയ പോവുക. അപ്പോൾ സെർച്ച് എഞ്ചിൻ എന്ത് ചെയ്യും? ഇത് SEOനെ അത് ബാധിക്കും. നമുക്ക് വെബ്സൈറ്റ് ഡൗൺ പോലെ. അപ്പോൾ സെർച്ച് എഞ്ചിൻ നോക്കുന്ന സമയത്ത് 4 പേജുണ്ട്. 4 പേജിനും സെയിം മെറ്റാ ടൈറ്റിൽ, മെറ്റാ ഡിസ്ക്രിപ്ഷന്, സെയിം കണ്ടൻറ്റ്, ഡ്യൂപ്ലിക്കേറ്റ് പരിപാടിയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഇതല്ലാന്ന് വരുത്താൻ വേണ്ടിയിട്ട് ഈ കനോണിക്കൽ URL എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് നമ്മളെ Yoast SEOയിൽ. ഓരോ പേജിൻ്റെ അവിടെയും നിങ്ങൾ അതാത് പേജ്, ഇപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റിന് എന്താണോ നിങ്ങളെ മെയിൻ ലിങ്ക് ഇല്ലേ, ഹോമിൻ്റെ ആണെങ്കിൽ ഹോം പേജ് ലോഡ് ചെയ്തിട്ട് ഹോം പേജിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഈ കനോണിക്കൽ URL എന്ന് പറയുന്നൊരു കോളം ഉണ്ടാവും, അവിടെ പേസ്റ്റ് ചെയ്യുക. അതേപോലെ ഓരോ പേജിനും സർവീസ് പേജാണെങ്കിൽ സർവീസ് പേജിന് എന്തുണ്ടാവും? അതേപോലെ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് കൊണ്ടേ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇതേപോലെ കോമ്പിനേഷൻസ് എല്ലാ പേജിനും ഉണ്ടാവും. അപ്പോൾ സെയിം പേജിന് തന്നെ ഡിഫറെൻറ്റ് URL എന്നുള്ളൊരു ഐഡിയയാണ് സെർച്ച് എഞ്ചിന് പോവുക. സോ അതല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് എവിടെയാണ് ചെയ്യുകയെന്ന് വെച്ചാൽ
നമ്മുടെ ഹോസ്റ്റിംഗർ എടുത്തിട്ട് ഇത് ഓരോ പേജിലും ചെയ്യണ്ടേ, അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നു വെച്ചാൽ പേജസിൽ ഓൾ പേജസ് പോകും, അപ്പോൾ നമ്മൾ എല്ലാ പേജുകളും കിട്ടും. ഏത് പേജിൻ്റെ ആണോ ചെയ്യേണ്ടത് ആ പേജിൻ്റെ എന്ത് ചെയ്യുന്നു, നമ്മൾ വെറും എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ മെറ്റാ ടൈറ്റിൽ മെറ്റാ ഡിസ്ക്രിപ്ഷനും കൊടുക്കാൻ വേണ്ടി വെറും എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ മൂക്കൂത്തി വേണം, മൂക്കിൽ അവിടെ എഡിറ്റിൽ കൊടുത്തു. ഓക്കെ, വെറും എഡിറ്റ് കൊടുത്തു. മെറ്റാ ടൈറ്റിൽ മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വെറും എഡിറ്റ് കൊടുത്തു. താഴെ ഈ മെറ്റാ ടൈറ്റിലും മെറ്റാ ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്തത് താഴെ അഡ്വാൻസ്ഡ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. ഈ അഡ്വാൻസിൻ്റെ താഴെ കനോണിക്കൽ URL എന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഏത് പേജാണോ എഡിറ്റ് ചെയ്യാൻ കൊടുക്കുക ആ പേജിൻ്റെ മെയിൻ URL അല്ലേ, പുതിയ ടാബിൽ ഓപ്പൺ ചെയ്തിട്ട് ആ URL കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ഇതേപോലെ എല്ലാ പേജിന് അതാത് പേജിൻ്റെ എഡിറ്റ് കൊടുത്തിട്ട് അതാത് പേജിൻ്റെ URL എന്ത് ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. ഇത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ, ഇനി വേറൊരു ടോപ്പിക്കാണ് OGP ടാഗ് എന്നറിയാം, ഓപ്പൺ ഗ്രാഫ് പ്രോട്ടോകോൾ. എന്താണ് ഓപ്പൺ ഗ്രാഫ് പ്രോട്ടോകോൾ? ഓപ്പൺ ഗ്രാഫ് പ്രോട്ടോകോളും ഇതേപോലെ എല്ലാ പേജിലും ചെയ്യേണ്ട സംഭവമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ ചില ലിങ്ക് അയക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് വെറും ലിങ്കായിട്ട് പോകും. ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇമേജ് കയറി വരും, ചെറിയൊരു ടൈറ്റിൽ ഉണ്ടാവും, ചെറിയൊരു ഡിസ്ക്രിപ്ഷനൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് OGP ടാഗ് എന്ന് പറയുക. അതായത് ഇപ്പോൾ നിങ്ങൾ ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് ഞാൻ ഇപ്പോൾ ഞാൻ വാട്സപ്പിലെ ഗൂഗിൾ മീറ്റിൻ്റെ ഒരു ലിങ്ക് അയച്ചിരുന്നു. അതിൽ കയറണ്ട, ഗൂഗിൾ മീറ്റിൻ്റെ ഒരു ലിങ്ക് അയച്ചു കണ്ടോ? ഒന്നാമത്തെ ലിങ്കിൻ്റെ പ്രത്യേകത എന്താ? ഒന്നാമത്തെ ലിങ്കിൽ എല്ലാവരും എടുത്ത് നോക്കണ്ട, ഒരാൾ ഫോണിൽ നിന്ന് ഇങ്ങനെ ഒരു സൈഡിൽ ഫോൺ നോക്കിയേ. ഒന്നാമത്തെ ലിങ്കിൻ്റെ അവിടെ ഇപ്പോൾ എന്തുണ്ട്, ഒരു ഇമേജ് ഉണ്ട്, ഗൂഗിൾ മീറ്റിൻ്റെ ഒരു ലോഗോയും ഉണ്ട്, മീറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്, താഴെ ഡിസ്ക്രിപ്ഷനും കണ്ടോ താഴെ അല്ലേ? സെയിം ലിങ്കാണ് മറ്റേത്, ഞാനത് കളഞ്ഞിട്ട് അയച്ചതാണ് അല്ലേ? അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ഓരോ പേജിലും ഇതേപോലെ ഒരു ഇമേജും ഒരു ടൈറ്റിലും ഒരു ഡിസ്ക്രിപ്ഷനും കൊടുക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഈ ഫേസ്ബുക്കിലൊക്കെ ലിങ്ക് ഇട്ടാൽ മതി, ഇമേജ് കയറി വരും. ഇമേജിൽ ക്ലിക്ക് ചെയ്ത് നേരെ അത് വായിക്കാൻ വേണ്ടി വെബ്സൈറ്റിലോട്ട് പോകും. ഓക്കെ, ബ്ലോഗിലോട്ടോ അല്ലെങ്കിൽ വെബ്സൈറ്റിലോട്ട് പോകുന്ന പരിപാടി. അതായത് നിങ്ങൾ ഈ OGP ടാഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ബ്ലോഗിനും എല്ലാത്തിനും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ നമ്മളെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇടുന്ന സമയത്ത് ആ പോസ്റ്റ് ഇടില്ല, നമ്മൾ ക്രിയേറ്റ് പോസ്റ്റ് പോയിട്ട് അവിടെ ലിങ്ക് കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കലി പോസ്റ്റർ കാര്യങ്ങളൊക്കെ കയറി വരും. അല്ലെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പേജിലോട്ട് പോകും. ഇൻസ്റ്റയിൽ വർക്കാവില്ല, ഇൻസ്റ്റയിലെ ലിങ്ക് ക്ലിക്കബിൾ അല്ല. ഓക്കെ, അതേപോലെ ട്വിറ്റർ, ലിങ്ക്ഡിൻ അങ്ങനത്തെ പ്ലാറ്റ്ഫോമിലും അതുപോലെ വാട്സപ്പിലാണ് യൂസ് ചെയ്യുക. അപ്പോൾ എല്ലാ പേജിലും നിങ്ങളൊരു ഇമേജ് കണ്ടെത്തുക, ഒരു ടൈറ്റിൽ, ഒരു ഡിസ്ക്രിപ്ഷൻ, ചെറിയൊരു ടൈറ്റിൽ, അതേപോലെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ, ഒരു ഇമേജ്. അപ്പോൾ ഇതെവിടെ ചെയ്യാന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ വന്നത് എങ്ങനെ, ഓരോ പേജിനും ഇത് ചെയ്യണം, ഹോം പേജിനും SEOൻ്റെ പേജ് എല്ലാ പേജിലും ചെയ്യണം. അപ്പോൾ നമ്മൾ വേർഡ്പ്രസിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നോർമൽ പോലെ തന്നെ ഓൾ പേജസ് പോവുക, ഏത് പേജിൻ്റെ ആണോ ചെയ്യേണ്ടത് ആ പേജിൻ്റെ നേരല്ല എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതുവരെയൊക്കെ സെയിം, എല്ലാ പേജും എഡിറ്റ് ചെയ്യുന്ന പോലെ തന്നെ എഡിറ്റ് കൊടുക്കുക, എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. താഴെ ഇവിടെ തുടക്കം തന്നെ കണ്ടോ SEO, റീഡബിലിറ്റി, സ്കീമ, സോഷ്യൽ നൽകുന്ന ഓപ്ഷൻ. സോഷ്യൽ എടുക്കുക. സോഷ്യൽ എടുത്തതിന് ശേഷം താഴെ ഈ പേജിൻ്റെ ഒരു ഇമേജും ഒരു ടൈറ്റിൽ, ഒരു ഡിസ്ക്രിപ്ഷനും. ടൈറ്റിൽ ഭയങ്കര വലിപ്പമില്ലതൊന്നും വേണ്ട, ഒരു 30 ക്യാരക്ടറൊക്കെ മതി. ഓക്കെ, അതേപോലെ ഡിസ്ക്രിപ്ഷനും ഒരു 50-60 ക്യാരക്ടർ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, ഇത് രണ്ടും ഇമേജും. അപ്പോൾ ഇതിന് ആപ്റ്റായ, നിങ്ങളുടെ ഹോമിന് ആപ്റ്റായ ഒരു ഇമേജ് നിങ്ങൾ ആ സൈറ്റിൽ യൂസ് ചെയ്ത്, അല്ലെങ്കിൽ വലിയ ഇമേജ് ആണെങ്കിൽ കണക്ട് ചെയ്യുന്ന ഇമേജ് ആണെങ്കിൽ അതും കൊടുക്കണമെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫ്രീലാൻസറിൻ്റെ വെബ്സൈറ്റ് ആണെങ്കിൽ നിങ്ങൾ ഇമേജ് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. SEOൻ്റെ അങ്ങനെ റിലേറ്റബിൾ ആയിട്ടുള്ള ഇമേജ്, കോൺടാക്റ്റിനാണെങ്കിൽ കോൺടാക്റ്റിന് എന്തെങ്കിലും ഒരു ഐക്കണിൻ്റെ കാര്യങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ എല്ലാ പേജിലും ചെയ്യണം.
ഓപ്പൺ ഗ്രാഫ് പ്രോട്ടോക്കോൾ എന്നാണ് ഇതിൻ്റെ ഫുൾ നെയിം. ഇത്രയേ ഉള്ളൂ. സോഷ്യൽ പ്ലാറ്റ്ഫോംസിലേക്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് ലിങ്കിന് കുറച്ചും കൂടി ട്രസ്റ്റും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാൻ സഹായിക്കും. ഇമേജ് കയറി വരും, ഒരു ചെറിയ ടൈറ്റിൽ ഉണ്ടാവും, ഒരു ഡിസ്ക്രിപ്ഷനും ഉണ്ടാവും. പിന്നെ ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു വിഷ്വൽ കാണുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഒരു ഇമേജ് കാണുകയാണെങ്കിൽ ആ ലിങ്കിന് എന്താണ് അതിൽ പറയുന്നതെന്ന് കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ മനസ്സിലാകാനുള്ള സാധ്യതയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യം എല്ലാ പേജിൻ്റെയും ചെയ്യാം. ഫസ്റ്റത്തെ കാര്യത്രേ ഉള്ളൂ. ഓരോ പേജ് എഡിറ്റ് കൊടുത്തിട്ട് ഏറ്റവും താഴെ അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ കാനോണിക്കൽ URL എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അവിടെ പോയിട്ട് അതാത് പേജിൻ്റെ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്യും. ഇവിടെ എന്താണ്, ഓരോ പേജും നേരെ എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മേലെ തന്നെ ഉണ്ട് സോഷ്യൽ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇവിടെ പോയിട്ട് എന്ത് ചെയ്യുക, ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യുക, ടൈറ്റിൽ ഇടുക, ഡിസ്ക്രിപ്ഷൻ. ഇത്രേ ഉള്ളൂ പരിപാടി. ഇത് 2 ചെയ്തോ.